നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1 46 മുതലുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും അറിയിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ഇന്ന് നമുക്ക് തിരുവചന സന്ദേശം നൽകുന്നത് നമ്മുടെ അതിരൂപത സഹായമെത്താൻ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. ശ്രദ്ധാപൂർവ്വം നമുക്ക് ആ വാക്കുകൾക്ക് കാതോർക്കാം. അഭിമന്യ പിതാക്കന്മാരെ, പ്രിയങ്കരായിട്ടുള്ള ജനറാളച്ചന്മാരെ, ഈ വർഷത്തെ അതിരൂപതാ ദിനം സംവിധാനം ചെയ്യുന്നതിന് കർത്താവിന്റെ കൈകളിൽ ഉപകരണമായിട്ട് തീർന്ന ഒല്ലൂർ ഫൊറോനാപ്പള്ളിയുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട നോബി അമ്പൂക്കനച്ഛൻ, അടുത്ത വർഷത്തെ രൂപതാ ദിനത്തിന്റെ പതാക ഏറ്റുവാങ്ങാൻ അൾത്താരിൽ സന്നിഹിതനായിരിക്കുന്ന പാലയൂർ ഫൊറോനാപ്പള്ളിയുടെ വികാരിയച്ഛൻ ജോണയങ്കാന, സ്നേഹമുള്ള സഹോദര വൈദികരെ, പ്രിയങ്കരായിട്ടുള്ള പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളെ, കൈക്കാരന്മാരെ, സംഘടനാ ഭാരവാഹികളെ, കുടുംബ കൂട്ടായ്മയുടെ പ്രതിനിധികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, കൊല്ലൂരിലെ നല്ലവരായിട്ടുള്ള ഇടവകാംഗങ്ങളെ, നമ്മുടെ അതിരൂപതയുടെ 128ാമത് പിറന്നാള് നാം ആഘോഷം കൊണ്ടാടുകയാണ്. 1857 മെയ് മാസം 20-ാം തീയതി ലിയോ 13 മാർപ്പാപ്പ കോദ് യാം പ്രീതം എന്ന തിരുവെഴുത്തു വഴി വരാപ്പുഴ അതിരൂപതയിലെ ചിതറിക്കിടക്കപ്പെട്ട സുറിയാനി കത്തോലിക്കരെ തൃശൂർ ആസ്ഥാനമാക്കി, കോട്ടയം ആസ്ഥാനമാക്കി 2 വികാരിയാത്തുകൾ സ്ഥാപിച്ചു. തൃശൂർ വികാരിയാത്ത് പിന്നീട് തൃശൂർ അതിരൂപതയായിട്ട് വളർന്നു. നമ്മുടെ അതിരൂപതയ്ക്ക് 127 വയസ്സ് പൂർത്തിയാകുന്നു. 128ലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ കർത്താവിന്റെ ഈ അൾത്താരയ്ക്ക് ചുറ്റും നമ്മൾ ഒന്നിച്ചു കൂടുന്നു. കർത്താവിനെ പരിശുദ്ധ അമ്മയോടൊത്ത് സ്തുതിഗാനങ്ങൾ പാടാൻ, ഹൃദയം നിറഞ്ഞ ആഹ്ലാദം ആഘോഷമായിട്ട് അർപ്പിക്കാനായിട്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ അതിരൂപതയിലെ
വളരെ പുരാതന പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇടവകയാണ് പറപ്പൂര്. പറപ്പൂരിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു കൊച്ചു കുഗ്രാമമാണ് അന്നകര. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അന്നകരയെ കുറിച്ച് പത്രത്തിലൊരു വാർത്ത വന്നു. ഈ കൊച്ചു കുഗ്രാമത്തിന് ഈ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന്. അവിടെ അമ്പലമുറ്റത്ത് വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിന്റെ വയസ്സ് ആർക്കും അറിയാൻ പാടില്ല. കർക്കിടക മാസത്തിലെ കാറ്റിലും മഴയിലും ആ ആൽമരം കടപുഴകി വീണു. ആ നാട്ടിലെ സർവ്വ മനുഷ്യരും ആ അമ്മ മരത്തിന്റെ ചുറ്റും ഒന്നിച്ചുകൂടി. കാരണം അവരുടെ നാടിന്റെ തണൽമരമാണ് ആ ആൽമരം. ആ ആൽമരത്തിന്റെ ചൂട്ടിലാണ് നാട്ടുകാർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത്. അന്നം കഴിച്ച ആ കരയാണ് പിന്നീട് അന്നകരയായത്. അവിടെ ജാതി മതവ്യത്യാസമില്ലായിരുന്നു, വർണ്ണ വ്യത്യാസമില്ലായിരുന്നു, രാഷ്ട്രീയ ഭേദങ്ങളില്ലായിരുന്നു. അമ്മ മരത്തിന്റെ ചൂട്ടില് നാട് മുഴുവൻ ഒന്നിച്ച ഒരു മനോഹര മുഹൂർത്തം. സത്യത്തിലെ തൃശൂർ അതിരൂപതയാകുന്ന അമ്മ മരത്തിന്റെ ചൂട്ടില് ഞാനും നിങ്ങളും ഒന്നിച്ചു കൂടുന്ന ഒരു സന്ദർഭമാണ് ഈ അതിരൂപത ദിനം. ഏറെ സന്തോഷമുള്ള ഒരു സന്ദർഭം. പരിശുദ്ധ കുർബാന എന്ന യാത്രാ ഭക്ഷണം ഈ മരത്തണലില് നമ്മൾ ഒന്നിച്ചു കഴിച്ചു. ഞാനും നിങ്ങളും യാത്ര തുടരുകയാണ്. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ വ്യക്തിത്വം നമ്മുടെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോഴും നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു സന്ദർശക മെത്രാനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ചിതറിക്കപ്പെട്ട ആളുകളെ തേടിപ്പോകുന്ന, അവർക്ക് വേണ്ടി അയക്കപ്പെടുന്ന ഒരിടയൻ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാ തിരക്കുകളുടെ ഇടയിലും തൃശൂർക്കാർ ഒന്നിച്ചു വരാറുണ്ട്. പിതാവേ, ഞങ്ങൾ നാട്ടുകാരാണ്, നമ്മൾ വീട്ടുകാരാണ്, ഞങ്ങൾ ഇവിടെയാണെങ്കിലും അമ്മയെക്കുറിച്ച് ഞങ്ങൾ ഓർക്കാറുണ്ട്. തൃശ്ശൂരിൽ നിന്നൊരു പിതാവ് വന്നപ്പോൾ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ട് പിതാവിനെ കാണാൻ വന്നത് അമ്മയോടുള്ള അടുപ്പമാണ്, അമ്മയോടുള്ള ഇഷ്ടമാണ്. ഞങ്ങൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഓർമ്മകളുടെ ഒരു തിരിശേഷിപ്പാണ് നമ്മുടെ അതിരൂപതയുടെ ഉറവിടങ്ങളിലുള്ള ഞങ്ങളുടെ അടുപ്പം. ഒരുപക്ഷെ ഈ അതിരൂപതാ ദിനത്തിലെ ഞാനും നിങ്ങളും ഒക്കെ ഈ അട്ടാരിക്ക് ചുറ്റും ഒന്നിച്ചു കൂടുമ്പോൾ ധാരാളം വൈദികരെ, നമ്മുടെ എല്ലാ മഠങ്ങളുടെയും സുപ്പീരിയർമാര്, എല്ലാ ഇടവകളിലെയും പ്രതിനിധികള്, കുഞ്ഞുങ്ങള്, യുവതി യുവാക്കള്, വളരെ തലമുതിർന്നവര്, ഇടപ്രായക്കാര്, ഞാനും നിങ്ങളൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ അമ്മ എന്ന വലിയ വികാരം, കുടുംബം എന്ന വലിയൊരു വികാരം, അതാണ് നമ്മളെ നയിക്കുന്നത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് സഭയെ അമ്മ എന്ന് വിളിച്ചത് പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. വത്തിക്കാൻ സൂനകദോസിന് സമംഗളം സമാപിപ്പിക്കാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപകരണമായ പോൾ ആറാമൻ മാർപ്പാപ്പ സഭയെ വിളിച്ചു എക്ലേസിയ മാത്തർ എത്ത് മജിസ്ത്ര. സഭ അമ്മയാണ്. ഈ അമ്മയുടെ മാറോട് ചേർത്ത് നിൽക്കാൻ, ഈ അമ്മയുടെ കുടുംബത്തിൽ ഒന്നാകാൻ ഭാഗ്യം ലഭിച്ച നമുക്കെല്ലാവർക്കും ദൈവത്തോട് നന്ദി പറയാം. ഒരുപക്ഷെ നമ്മുടെ അതിരൂപത 1887 മെയ് മാസം 20 സ്ഥാപിച്ചപ്പോ ആദ്യം നിയമിക്കപ്പെട്ട വികാരി അപ്പസ്തോലിക്കയ്ക്ക് ഒരു കത്തീഡ്രൽ പള്ളിയില്ലായിരുന്നു. അദ്ദേഹത്തിന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. അദ്ദേഹം എൽത്തുരുത്തിലെ CMI ആശ്രമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസിച്ചത്. പക്ഷെ അദ്ദേഹം ഈ രൂപതയുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കണ്ടത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥമാണ്.
കേരളത്തിലെ ആദ്യമായിട്ട് ഒരു അതിരൂപത അമ്മയുടെ സ്വന്തം എന്ന് പറഞ്ഞത് തൃശൂർ അതിരൂപതയാണ്. പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട നമ്മുടെ അതിരൂപത. അതുകൊണ്ട് തന്നെ ഇന്ന് വായിച്ച സുവിശേഷം അർത്ഥവത്താണ്. അമ്മ മക്കൾക്ക് വേണ്ടി ഇന്ന് കർത്താവിന്റെ മുൻപിൽ പാടുന്നു. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. നമ്മുടെ അതിരൂപത 128ാമത് ജന്മദിനം കൊണ്ടാടുമ്പോൾ ഈ തൃശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ രാജാവിന്റെ കാരുണ്യത്തിലെ വലിയ പള്ളി സ്ഥാപിച്ചിട്ട് 200 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. നമുക്കറിയാം, തൃശൂർ പട്ടണത്തിലെ ക്രൈസ്തവ സാന്നിധ്യം കുറവായിരുന്നു. പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ് ക്രൈസ്തവർ തൃശൂർ പട്ടണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. പ്രധാനമായിട്ടും അന്ന് തീർത്ഥാടകരായിട്ട് തൃശൂർ പട്ടണത്തിലേക്ക് വന്ന ആളുകൾ ഒല്ലൂരിൽ നിന്നും അരനാട്ടുകര നിന്നും കൊട്ടേക്കാട് നിന്നൊക്കെയാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ 127ാമത് സ്ഥാപക ദിനത്തിന്റെ പരിസമാപ്തി ഒല്ലൂർ വെച്ച് കൊണ്ടാടുമ്പോൾ ഒല്ലുകാർ അഭിമാനിക്കട്ടെ. ഒരുപക്ഷെ ഇന്ന് തൃശൂർ പട്ടണത്തെ ഈ പ്രൗഢഗംഭീരമായ പൂരനഗരിയാക്കി മാറ്റുന്നതില് നമ്മുടെ കാരണവന്മാര് നടത്തിയ തേരോട്ടം, നമ്മുടെ കാരണവന്മാരുടെ കരക്കരുത്ത്, അവരുടെ ശുശ്രൂഷകളുടെ വലുപ്പം, നമുക്കതേക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയട്ടെ. പൂർവികരായ നമ്മുടെ എല്ലാ പിതാക്കന്മാരുടെ പാവനസ്മരണയ്ക്ക് മുൻപിൽ, ധാരാളം വൈദികരുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമ്മുടെ അതിരൂപത പടുത്തുയർത്താൻ ഈ നാട് മുഴുവൻ ഓടി നടന്ന ആയിരക്കണക്കിന് സമർപ്പിതരുടെ മുൻപിൽ പള്ളിക്ക് ഉള്ളത് മുഴുവൻ ദാനമായിട്ട് കൊടുക്കാൻ കരുതലും കാവലും കാണിച്ച നമ്മുടെ ശ്രേഷ്ഠമായ കുടുംബങ്ങളുടെയും അൽമായ കാരണവന്മാരുടെയൊക്കെ മുൻപിൽ നമുക്ക് കരങ്ങൾ കൂപ്പിയിട്ട് പറയാം, ദൈവമേ, അവർണ്ണനീയമായ മഹാദാനത്തിന് നന്ദിയെന്ന്. ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മൾ വായിച്ചു കേട്ടത് നടപടിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ആദിമ ക്രൈസ്തവരുടെ അഭിമാനാർഹമായിട്ടുള്ള ആരംഭ ചരിത്രമാണ് നടപടിയുടെ പുസ്തകത്തിലെ 2ാമത്തെ അധ്യായത്തില് ഞാനും നിങ്ങളും വായിച്ചു കേട്ടത്. അവിടെ ക്രൈസ്തവ സംസ്കാരത്തിന്, ക്രൈസ്തവ അസ്തിത്വത്തിന് 5 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ജന്മദിനത്തിന് അമ്മയ്ക്ക് ചുറ്റും മക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ ഈ 5 ലക്ഷണങ്ങൾക്കൊത്ത് നമ്മുടെ സഭയെ പുനഃക്രമീകരിക്കാൻ, സ്രോതസ്സുകളിലേക്ക് മടങ്ങി നമ്മുടെ മുഖക്കാന്തി വർദ്ധിപ്പിക്കാൻ ഈ ആഘോഷം നമുക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അതിരൂപതയിലെ കൂട്ടായ്മ, അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാൻ, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ പൊരുത്തം നമുക്കുണ്ട്. നമ്മുടെ ഭാഷ തന്നെ വേറെ ആർക്കും പറയാൻ പറ്റാത്തതാ. നമ്മുടെ ഭക്ഷണക്രമം തന്നെ വളരെ വ്യത്യസ്തമാണ്. തൃശ്ശൂക്കാർ എവിടെയുണ്ടെങ്കിലും ഒന്നിച്ചു നിൽക്കുന്നവരാണ്. നമുക്ക് കാല് വാരാനും കാല് വെക്കാനും അറിവ് കുറവാണ്. ഭൂപ്രദേശമായിട്ട് നമ്മൾ നടുവിലാണ് കിടക്കുന്നത്. ഒരുപക്ഷെ തത്വശാസ്ത്രത്തിൽ പറയുന്ന വളരെ സത്യമാണ്. വിർത്തൂസ് തത്വാത് മേദിയ, സുഗതം നിൽക്കുന്ന നടുവില. ഒരുപക്ഷെ നമ്മുടെ രൂപതയ്ക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഒരുപാട് കൂട്ടായ്മയുണ്ട്. ഞാൻ ഈ സെമിനാറിയുടെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഈ പെസഹ വ്യാഴാഴ്ച കുട്ടികൾക്ക് വേണ്ടി വൈദിക പരിശീലനത്തിന് വേണ്ടിയുള്ള കവർ കളക്ഷൻ ആരംഭിച്ചു. നിങ്ങൾക്കറിയാമോ, 40-45 ലക്ഷം രൂപ പെസഹ വ്യാഴാഴ്ച വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം നൽകുന്ന ഒരു രൂപത വേറെ ഏതാ ഉള്ളത്? നമ്മുടെ വൈദികരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് നൽകുന്ന സംരക്ഷണത്തിന് മനസ്സും മെയ്യും മറന്ന് സഹകരിക്കുന്നവരെ. നമ്മുടെ അതിരൂപതയിലെ ധാരാളം പള്ളികൾ പണിയുന്നുണ്ട്, ധാരാളം പള്ളിക്കൂടങ്ങൾ പണിയുന്നുണ്ട്. അതിന്റെ പിറകിലൊക്കെ നമ്മുടെ ജനത്തിന്റെ കൂട്ടായ്മയുടെ വലിയ കൂട്ടുത്തരവാദിത്വമുണ്ട്. നമ്മുടെ വൈദികര്
നമ്മുടെ സന്യസ്തര്, നമ്മുടെ അൽമായർ, നമ്മുടെ കുടുംബങ്ങള്, ഈ ഒരു വലിയ കൂട്ടായ്മയുടെ ഹൃദയത്തിന്റെ പൊരുത്തമാണ് നമ്മുടെ അതിരൂപതയിൽ ഏറ്റവും വലിയ സമ്പത്ത്. അതിനേക്കാൾ വലിയൊരു സമ്പത്ത് നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമ്പത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ വല്യച്ഛന്മാർ ഇപ്പോഴും പരാതി പറയാറുണ്ട്. അവരാരംഭിച്ചപ്പോ ഈ രൂപത വളരെ സാമ്പത്തികമായിട്ട് പിറകില്ല. നമ്മുടെ വികസനങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ അന്ന് മനസ്സിന്റെ പൊരുത്തം കൂടുതലായിരുന്നു, ഒറ്റക്കെട്ടായിരുന്നു. ഇന്ന് ധാരാളം വൈദികരായി, സന്യസ്തരെ തടഞ്ഞു നടക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ വളർന്നു കഴിഞ്ഞു. നമ്മുടെ അൽമായരുടെ ഇടപെടലുകളും. പക്ഷെ ഇവിടെ നമ്മളൊരു ചോദ്യം ചോദിക്കണം. ഈ വളർച്ച ഹൃദയത്തിന്റെ പൊരുത്തത്തില് കുറവുണ്ടാകാൻ കാരണമാക്കിയിട്ടുണ്ടോ? ഈ കുറവ് ഉണ്ടാകാതെ സൂക്ഷിക്കാൻ ഈ രൂപതാ ദിനം കാരണമാകണം. ഈ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും പ്രലോഭനം ഉണ്ടാകാൻ പാടില്ല. ഈ കുടുംബം നമ്മുടെ തറവാട്, ഈ തറവാട്ടില് നമ്മുടെ സഹോദരങ്ങള് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടെ നോക്കിക്കാണാൻ നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് 11-ാമത്തെ അധ്യായത്തിൽ നിന്ന് മനോഹരമായിട്ടൊരു വായനയാണ് നാം കേട്ടത്. മോശ തന്റെ നേതൃപാടവത്തില് പരിശീലിതനായിട്ട് യഹോവയായ കർത്താവിനോട് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കൊണ്ട് നടക്കുന്നു, ഞാൻ നിസ്സഹായനാണ്, എനിക്ക് സാധിക്കുന്നില്ല. യഹോവയായ കർത്താവ് മോശയോട് പറയുന്നുണ്ട്, നീ 70 കാരണവന്മാരെ തെരഞ്ഞെടുക്കുക. ആ 70 കാരണവന്മാരെ വിളിച്ചു കൂട്ടിയപ്പോഴ് മോശയുടെ ചൈതന്യത്തെ യഹോവയായ കർത്താവ് എടുത്ത് 70 പേർക്ക് പങ്കിട്ട് കൊടുത്തു. അവർ പ്രവചിക്കാൻ തുടങ്ങി, അവർ നേതാക്കളാകാൻ തുടങ്ങി, അവർ ന്യായാധിപന്മാരായി. അതിരൂപത മെത്രാന്റെ മാത്രം കാര്യമല്ല, അത് വൈദികരുടെ മാത്രം സ്വകാര്യതയല്ല, അത് സമർപ്പിതരുടെ മാത്രം കുത്തകയല്ല, അത് ഈ രൂപത കുടുംബത്തിന്റെ മുഴുവൻ പൊതു നിയോഗമാണ്. ഞാനും നിങ്ങളും ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് കരം കോർക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയുടെ ദൈവശാസ്ത്രം ഈ രൂപതാ ദിനം നമ്മുടെ ഹൃദയങ്ങളിൽ കോറിയിടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമ കൂട്ടായ്മയുടെ രണ്ടാമത്തെ വലിയ ഭാവമെന്ന് പറയുന്നത് പ്രബോധനങ്ങളിലുള്ള ആഴപ്പെടലായിരുന്നു. പ്രബോധനങ്ങള് പാരമ്പര്യങ്ങളാണ്. നമുക്കറിയാം, പ്രബോധനമെന്ന് പറയുന്നത് അറിവ് മാത്രമല്ല, അപ്പസ്തോലിക പാരമ്പര്യങ്ങളുടെ ശൈലികളിലെ തിരിച്ചറിവോടുകൂടെ ജീവിക്കാനായിട്ട് ഒരു ജനസമൂഹത്തിന് കഴിയുന്നതാണ് പ്രബോധനത്തിന്റെ ആധികാരികത. അറിവുള്ളവനെല്ലാം തന്നെ തിരിച്ചറിവുള്ളവനാകണമെന്ന് നിർബന്ധമില്ല. ഈ കൂട്ടായ്മയുടെ, ഈ കുടുംബത്തിന്റെ തറവാടിത്തം അത് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറ്റം ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ അതിരൂപതയിൽ എത്ര മനോഹരമായിട്ട് നടക്കുന്ന ശുശ്രൂഷയാണ് വിശ്വാസ പരിശീലനം, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങള്, നമ്മുടെ വൈദികരുടെ പരിശീലനം. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ നമ്മുടെ കാരണവന്മാരുടെ പൈതൃകങ്ങളിലുള്ള അപ്പസ്തോലിക പ്രബോധനങ്ങളിലുള്ള നമ്മുടെ ആഴപ്പെടലിന് കാരണമാകണം. ഇന്ന് മതബോധനം വളരെ ഭംഗിയായിട്ട് ചിട്ടയായിട്ടും നടക്കുന്നുണ്ട്. നമ്മുടെ അതിരൂപത കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന രൂപതകളിൽ ഒന്നെന്ന നിലയിലേക്ക് വളരാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അറിവിലും മാത്രം പ്രബോധനമാകില്ല, അറിവ് ജീവിതമാക്കി മാറ്റുന്ന ഒരു ശൈലി. നമുക്കൊരു സ്വന്തം മേജർ സെമിനറി ഉണ്ട്, ധാരാളം വൈദികർ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ പരിശീലനത്തിന്റെ ആധികാരികത അവരുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടുന്ന വിധത്തില് നമുക്ക് വളരാൻ കഴിക്കണം. പ്രബോധനങ്ങള് ആഴപ്പെടലിന്റെ അവസരങ്ങളാണ്. ബോധ്യങ്ങൾ മാത്രമല്ല, അത് ജീവിതത്തിന്റെ ശൈലിയായിട്ട് നമുക്ക് മാറ്റാൻ കഴിയണം. നമ്മുടെ രൂപതയുടെ കുലീനത്വം, നമ്മുടെ പാരമ്പര്യങ്ങള്, അതെല്ലാം തന്നെ വാക്കുകളിലും സ്ഥലങ്ങളിലും മാത്രം ഒതുങ്ങാതെ ജീവിതം കൊണ്ടുള്ള സാക്ഷ്യങ്ങളാക്കി മാറ്റുന്ന വിധത്തില് നമുക്ക് വളരാൻ കഴിയട്ടെ. മൂന്നാമതായിട്ട് ആദിമസഭയുടെ ഏറ്റവും വലിയ ഗുണമേന്മ പ്രാർത്ഥനയുടെ ആഴപ്പെടലായിരുന്നു. ഒല്ലൂരിലെ ഈ രൂപതാ ദിനം നടക്കുമ്പോ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുക്കർമ്മ പുസ്തകത്തിന്റെ
കവർ ചിത്രത്തിലെ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയുടെ പടമുണ്ട്. ഒല്ലൂരെ സെന്റ് മേരീസ് മഠത്തിന്റെ അൾത്താരയ്ക്ക് താഴെ ഒരു സ്റ്റൂളിൽ കൂഞ്ഞിരുന്ന് ജപമാലകളുടെ മണികളിലൂടെ തീർത്ഥാടനം നടത്തിയ ഒരു പാവപ്പെട്ട അമ്മ. നമുക്ക് അഭിമാനിക്കാൻ സാധിക്കട്ടെ, ഭാരതത്തിലെ രണ്ടാമത്തെ വിശുദ്ധ നമ്മുടെ അതിരൂപതയിൽ നിന്ന് കടന്നു വന്നു. അത് അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അമ്മയല്ല, വെറും ജപമാലയുടെ മണിമന്ത്രങ്ങളിലെ കരങ്ങള് തീർത്ഥാടനം നടത്തിയിട്ട് വിശുദ്ധിയുടെ പടവുകള് ചവിട്ടിക്കയറിയ ഒരമ്മ. ഒരുപക്ഷെ നമ്മുടെ അതിരൂപതയുടെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ അത് പടുത്തുയർത്തുന്ന മൂലക്കല്ല് നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയില് നമുക്ക് തളർച്ച ഉണ്ടാകാൻ പാടില്ല. മാധ്യമങ്ങള് പ്രലോഭനങ്ങളാണ്. പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളും നമ്മുടെ മുൻപിൽ ധാരാളം പ്രതിസന്ധികൾ ഉണർത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രാർത്ഥനയുടെ ഒരു ശൈലി ഉണ്ടാക്കാൻ ഈ രൂപതാ ദിനം നമ്മെ പ്രേരിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ. പ്രാസ്യമ്മ അൾത്താരയിൽ വണക്കപ്പെടുന്ന വിശുദ്ധയായിട്ട് നമ്മുടെ അതിരൂപതയിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് വിശുദ്ധിയുടെ തീർത്ഥാടനത്തിലേക്ക് നമുക്ക് കുറുക്കു വഴി കണ്ടെത്താൻ കഴിയുക എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, നമ്മുടെ ഇടവുകളിൽ നടക്കുന്ന പ്രാർത്ഥന പങ്കുവെക്കലൊക്കെ കൂടുതൽ ആഴപ്പെടാനായിട്ട് ഈ വലിയ രൂപതാ ദിനത്തില് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഒരുപക്ഷെ നാലാമത്തെ വലിയ മുഖലക്ഷണം, ആദ്യമ ക്രൈസ്തവരുടെ മുഖലക്ഷണം, അത് അപ്പം മുറിക്കലാണ്. ഒരുപക്ഷെ എനിക്ക് നമ്മുടെ അതിരൂപതയെ കുറിച്ച് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ അഭിമാനം, ഇത്രക്കേറെ ആളുകള് അനുദിനം ദിവ്യബലിക്ക് വരുന്ന ഒരു രൂപത നമുക്ക് ചുറ്റിലും വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വൈദികർ ആരംഭിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു തഴക്കമുണ്ട്. ആഗമന കാലത്ത് 25 നൊയമ്പിലും വലിയ നൊയമ്പിൽ 50 ദിവസവും കൊച്ചു പള്ളികളിൽ പോലും 2 കുർബാന വെക്കുന്ന ഒരു പതിവ്. ഈ 2 കുർബാനയ്ക്കും നിറയെ ആളുകൾ. ഒരുപക്ഷെ നമ്മുടെ ജനം കുർബാനയോട് കാണിക്കുന്ന അടുപ്പം, നമ്മുടെ രൂപതയുടെ ശതാബ്ദിയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ആരംഭിച്ച ആരാധനാലയം, അത് ഇന്ന് ആയിരങ്ങൾക്ക് തീർത്ഥാടനത്തിന്റെ തണൽമരമായിട്ട് മാറുകയാണ്. അവിടെ അനുതാപത്തിന്റെ ശുശ്രൂഷയ്ക്ക് വന്നു ചേരുന്നവരെ മാത്രമല്ല, ഇന്ന് നമ്മുടെ പള്ളികളില്, നമ്മുടെ മഠങ്ങളില് പരിശുദ്ധ കുർബാനയോടുള്ള അടുപ്പം, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിക്കാനുള്ള ഇഷ്ടം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ മനോഹരമായിട്ടൊരു ചാക്രിക ലേഖനം എഴുതി. എക്ലേസിയ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഒരു സഭ. നമ്മുടെ തൃശ്ശൂർ അതിരൂപത പരിശുദ്ധ കുർബാനയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അസ്തിത്വം ഉൾക്കൊള്ളുന്ന, വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന ഒരു പ്രാദേശിക സഭയായിട്ട് വളരാൻ ഈ നല്ല ദിവസം നമുക്ക് പ്രാർത്ഥിക്കണം. അനുദിന ബലിയിലേക്ക്, ആ ബലിയിൽ നിന്നുള്ള ബലിജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമ ക്രൈസ്തവരുടെ 5ാമത്തെ മുഖലക്ഷണം അത് ജീവകാരുണ്യ സമൂഹമായിരുന്നു. അതിൽ മുട്ടുപാടുള്ളവരുണ്ടായിരുന്നില്ല, ഉള്ളവരില്ലാത്തവനുമായിട്ട് പങ്കിട്ടു. അപ്പം മുറിക്കല് ഒരു അടയാളമാണെങ്കിൽ ജീവിതം മുറിച്ച് പങ്കിടുന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഞാൻ ചിലപ്പോഴും നമ്മുടെ ഡേവിസ് ചെറമ്പച്ചനെ കുറിച്ച് ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. അദ്ദേഹം ഒരു കിഡ്നി കൊടുത്തു, അദ്ദേഹം അത് പ്രചരിപ്പിച്ചു. ഒരു ധാരാളം പേർക്ക് ഇന്ന് സ്വന്തം അവയവം മറ്റുള്ളവന് വേണ്ടി കൊടുക്കാൻ അത് പ്രേരണയായി. നമ്മുടെ ആവശ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ആഘോഷങ്ങളിലെല്ലാം തന്നെ പാവങ്ങളോടൊരു പരിഗണനയുണ്ട്. ഇന്ന് പ്രഭാതത്തിലെ 2 പേര് എന്നെ കാണാൻ വന്നു. വിവാഹം ആശീർവദിച്ച 2 ദമ്പതികളാണ് അവരെന്റെ അടുക്കൽ വന്നത്. പിതാവ്, ഞങ്ങളുടെ വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഏതെങ്കിലും ഒരു കുട്ടികളുടെ അനാഥാലയത്തിന് ഞങ്ങൾക്ക് പണം കൊടുക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും ഒക്കെ സഹോദരനെ കൂടെ പരിഗണിക്കുന്ന ഒരു സംസ്കാരം, ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ വലിയ മൂല്യമായിട്ട് നമ്മൾ കാണണം. ഒരുപക്ഷെ സമറായക്കാരന്റെ കഥ
ഞാൻ ഇവിടെ ഓർക്കുകയാണ്, നമ്മുടെ അതിരൂപതയിൽ നിന്ന് സ്ഥാപിതമായ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ, ഒരു പാവപ്പെട്ട ഒരു കന്യാസ്ത്രീ 100 വർഷങ്ങൾക്ക് മുൻപ് എഴുത്തും വായനയും ഇല്ലാത്ത, യാതൊരു വികസനവും കഴിഞ്ഞില്ലാത്ത ഒരു കുഗ്രാമത്തിലെ ഈ ശുശ്രൂഷകളുടെ വിളക്കുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഇന്ന് 100 വർഷങ്ങൾ അവർ പിന്നിടുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയട്ടെ, നമ്മുടെ കുടുംബങ്ങള്, ഈ സമൂഹത്തിലെ അവശതയുള്ള ക്രൂശിതരായ സർവ്വ മനുഷ്യരുടെയും കാൽവരിയുടെ താഴെ നിൽക്കാൻ ഞാൻ വിളിക്കപ്പെട്ടതാണ്. മറിയം ത്രേസ്യയുടെ ഒരു വലിയ ആഭിമുഖ്യം ഇതായിരുന്നു. സമൂഹത്തിൽ കരയുന്നവര്, കഷ്ടപ്പെടുന്നവര്, അടിച്ചമർത്തപ്പെടുന്നവര്, തഴയപ്പെടുന്നവര്, പിന്നോട്ടം പിറകോട്ട് വലിക്കപ്പെടുന്നവര്, അതെല്ലാം കാൽവരിയിലെ ക്രൂശിതന്റെ വലിയ പ്രതീകങ്ങളാണ്. അതിന്റെ താഴെ നിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ വെല്ലുവിളിയാകുന്നത്. 100 വർഷങ്ങൾ പിന്നിടുന്ന അവര്, അതിന്റെ തുടർച്ചയല്ലേ നമ്മുടെ സാമറിറ്റൻ സഹോദരികള്, അതിന്റെ തുടർച്ചയല്ലേ നമ്മുടെ ചാരിറ്റിക്കാര്, അതിന്റെ തുടർച്ചയല്ലേ നമ്മുടെ മർത്ത കന്യാസ്ത്രീകള്. ഒരുപക്ഷെ നമ്മുടെ അൾത്താരകളിലെ ബലികള് അവിടം കൊണ്ട് അവസാനിക്കാതെ അത് ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്ക്, സമൂഹം നമ്മെ വിലയിരുത്തുന്നത് പള്ളിയിൽ എങ്ങനെ ധൂപം വെച്ചെന്നോ എങ്ങനെ കൈവിരിച്ച് പ്രാർത്ഥിച്ചെന്നോ പരിശോധിച്ചിട്ടല്ല, മറിച്ച് പള്ളിക്ക് പുറത്ത് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കുന്ന വിശ്വാസം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും എങ്ങനെ കഴിയുന്നുവെന്നതിനെ ആശ്രയിച്ചാണ്. ഒരുപക്ഷെ ഈ ചിന്തകള് നമ്മുടെ ബലിയെ അർത്ഥവത്താകട്ടെ, ഈ ചിന്തകള് നമ്മുടെ ആഘോഷങ്ങൾക്ക് ചിറകുകൾ നൽകാൻ കാരണമാകട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും രൂപതാ ദിനത്തിന്റെ മംഗളങ്ങള് ഏറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും നിങ്ങളും നടത്തുന്ന ഈ ആഘോഷം അവർ നെഞ്ചിലേറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ അതിരൂപത വളരാൻ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ കരം പിടിച്ച് നമ്മെ കാൽവരിയിലേക്കും കർത്താവിലേക്കും നടത്താൻ മാധ്യസ്ഥമാകട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കാലശുശ്രൂഷ പ്രാർത്ഥനകളിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. അനുഗ്രഹപൂർണമായ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കൃപാവരത്തിനായി ഞങ്ങളുടെ രൂപതയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രൂപതയെ നയിച്ചു വന്നിരിക്കുന്ന സ്നേഹമുള്ള ആൻഡ്രൂസ് പിതാവിനെയും സഹായമെത്താൻ റാഫേൽ തട്ടിൽ പിതാവിനെയും ഞങ്ങളുടെ വത്സല പിതാവ് മാർ ജേക്കബ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളോടുകൂടെ ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്ന പാസ്റ്റർ നീരങ്കാവിൽ പിതാവിനെയും ഈ ധന്യ നിമിഷത്തിൽ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാക്കന്മാരിലൂടെ അങ്ങ് കനിഞ്ഞു നൽകിയ കൃപാവരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ സമ്പന്നമാക്കുന്ന ദൈവമേ, ഇവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഈ ബലിയിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഏറ്റവും അടുത്ത സഹായകനായി വർത്തിക്കണമേ. രൂപതയെ നയിക്കാൻ വേണ്ട വിധത്തിലുള്ള കൃപാവരം ഇവർ ജീവൻ പകരും നിർമ്മലമാ പാവന ദിവ്യരഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഉള്ളവരെ, ഭക്ഷണം ഈ പള്ളിയുടെ റോഡ് കഴിഞ്ഞിട്ടുള്ള പന്തല്, മലയുടെ പന്തൽ എന്ന് പറയുന്നത് അതാണ്.
വേലവൻ പറഞ്ഞൊരു പേടി എന്നാണ് ഒരു ഭക്ഷണം കഴിയുമ്പോൾ ആ വഴിക്ക് പോകുമെന്നാണ്. നമ്മൾ തൃശ്ശൂരായിട്ടാണ് ചെയ്തത്, എല്ലാവർക്കും ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും കേട്ടെ പ്രസംഗമുണ്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ അതെവിടെ പണിതാണ്? ഞങ്ങളിപ്പോ റെന്റിനാ കയറിയ. അതെ, പഴയ വീട് ഞങ്ങള് പൊളിച്ചിട്ട് അങ്ങനെയാണ്. അപ്പൊ വന്നുണ്ടോ അവിടെ?